ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഈസ് അൻഷു ടോക്കിംഗ് ഡയറീസ്. അപ്പോൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ 10th ഒക്കെ കഴിഞ്ഞ് സയൻസ് ഗ്രൂപ്പ് ലക്ഷ്യമാക്കിയിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. നമുക്ക് ലാവൊക്കെ എടുപ്പിക്കാതെ തന്നെ നേരെ വീട്ടിലോട്ട് കിടക്കാം. അതെ ഗൈസ്, സയൻസ് തിരഞ്ഞെടുക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ, ബയോമാക്സ് ആണോ ഹോം സയൻസ് ആണോ, ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ വന്നൊരു ചോദ്യമായിരിക്കും. അപ്പോൾ ഹോം സയൻസ് ആണോ ബയോമാക്സ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കരിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ സ്ട്രീമും എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു മെഡിസിന്, എൻജിനീയറിങ്, അതുപോലെ തന്നെ നമ്മളൊരു സയൻറ്റിഫിക്, അതായത് റിസർച്ചിങ് മേഖലകളൊക്കെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും തിരഞ്ഞെടുക്കേണ്ട അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ട ഒരു കോമ്പിനേഷനാണ് ബയോമാക്സ്, ബയോമാത്തമാറ്റിക്സ് അഥവാ നമ്മുടെ തിയററ്റിക്കൽ സയൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഹോം സയൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ചൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫാമിലി അഥവാ ഹോമായിട്ടുള്ളതോ അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റിനോ അഥവാ ന്യൂട്രീഷൻസിനോ ഡയറ്റ്സിനോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ന്യൂട്രീഷൻ ക്ലബ്ബ് തുടങ്ങുക, ഡയറ്റിൻ്റെയൊക്കെ പരിപാടികൾ, അതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഹോം സയൻസ് ആണ്. ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ഏതാണെന്നുള്ളത്, കുറച്ചും കൂടി ബെറ്റർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറയും ബയോമാക്സ് എന്ന് തന്നെ പറയുള്ളൂ. കുറച്ചുകൂടി പഠിക്കാൻ ഈസി ആയിരിക്കും ബയോമാക്സ്. കാരണം മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അഥവാ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഹോം സയൻസിൽ അതില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫിസിക്സിലൊക്കെ ഡെറിവേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ചില നമ്മൾ റൂളുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പ്രോഡക്റ്റ് റൂള്, അങ്ങനെ പല റൂൾസൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ റൂളുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് വരുന്നത് മാത്സിൽ നിന്നാണ്. അപ്പോൾ മാത്സിൽ നമ്മൾ പഠിച്ച റൂളുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫിസിക്സിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഫിസിക്സിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതാണ് നമ്മൾ കൂടുതലും ബയോമാക്സ് എല്ലാവരും തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ഹോം സയൻസ് യൂസ് ചെയ്തവരും അല്ലെങ്കിൽ മാത്സ് എടുക്കാത്തവരൊന്നും എൻട്രൻസ് എഴുതുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എഴുതിയിട്ടുള്ള കുറേ പേരെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പം ഹോം സയൻസ് ആണോ ബയോമാക്സ് ആണോ ഈസ് ഗുഡ് എന്ന് ചോദിച്ചുവാണെങ്കിൽ നിങ്ങളുടെ കരിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് യൂസ്ഫുൾ വീഡിയോ കാണുന്നോടം വരെ ടേക്ക് കെയർ, ബൈ ബൈ. ഇറ്റ്സ് മീ അൻഷു ടോക്കിംഗ്.